നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്നും ശക്തമായ മഴ. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകും. ഇന്ന് 2 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ യെല്ലോ അലർട്ട്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഈ ജില്ലകളിൽ മാത്രം ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം പാലക്കാട് ഉൾപ്പെടെ 8 ജില്ലകളിൽ താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. +2 പരീക്ഷയിൽ തോറ്റതിലെ വിഷമം. വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വിഴിഞ്ഞം കോട്ടപ്പുറം സ്കൂളിലെ വിദ്യാർത്ഥി കൃഷ്ണനുണ്ണിയാണ് ആത്മഹത്യ ചെയ്തത്. കൃഷ്ണനുണ്ണിയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. +2 തോറ്റതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് സംശയിക്കുന്നത്. വാഹനാപകടം. 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കണ്ണൂർ തളിപ്പറമ്പിലുണ്ടായ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കുസൃതിക്കുന്നിലെ ജോയൽ ജോസ്, പാടിയിലെ ജോമോൻ ഡൊമിനിക് എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് നിർത്തിയിട്ടിരുന്ന കാറിലിടിച്ചാണ് അപകടം നടന്നത്. ഇന്ന് പുലർച്ചെ 1:30-ഓടെ തളിപ്പറമ്പ് ആലിംഗിൽ തിയേറ്ററിന് സമീപമായിരുന്നു അപകടം. സൈനിക വാഹനത്തിന് മുകളിലേക്ക് കല്ലുപതിച്ചു. മലയാളി സൈനികന് ദാരുണാന്ത്യം. ഹിമാചൽ പ്രദേശിൽ സൈനിക വാഹനത്തിന് മുകളിലേക്ക് പാറക്കല്ല് വീണ് അപകടം. അപകടത്തിൽ ഒരു മലയാളി സൈനികൻ വീരമൃത്യു വരിച്ചു. ചുങ്കം കുന്നത്തുമോട്ട വടക്കേവാൽപ്പറമ്പിൽ അതിപ്പറമ്പത്ത് ജയരാജന്റെ മകൻ പി ആദർശാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ഹിമാചൽ പ്രദേശിൽ വെച്ച് ഡ്യൂട്ടിക്കിടയിലാണ് അപകടമുണ്ടായത്. കരസേന 426 ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ സൈനികനായ ആദർശ് സഞ്ചരിച്ച വാഹനത്തിന് മുകളിലേക്ക് മലമുകളിൽ നിന്ന് കരിങ്കല്ല് വീഴുകയായിരുന്നു. ഡൽഹിയിൽ ശക്തമായ പൊടിക്കാറ്റ്. 2 മരണം, വൻ നാശനഷ്ടം. ഡൽഹിയിൽ ശക്തമായ പൊടിക്കാറ്റിനെ തുടർന്ന് 2 പേർ മരിച്ചു. കാറ്റിൽ മരം വീണാണ് അപകടം. ശക്തമായ പൊടിക്കാറ്റിൽ വിവിധ സ്ഥലങ്ങളിലായി 23 പേർക്ക് പരിക്കേറ്റു. മിന്നലിന്റെയും മഴയുടെയും അകമ്പടിയോടെയുള്ള ശക്തമായ പൊടിക്കാറ്റാണ് ഇന്നലെ രാത്രി ഡൽഹിയിലുണ്ടായത്. കാറ്റിൽ ചില വീടുകളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ഇന്നലെ തന്നെ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2 ദിവസങ്ങളിൽ കൂടി ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു.